ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വീട്ടിലൊരു സ്പെഷ്യൽ ഡേ ആണ്. യാദവ് കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേങ്കിൽ എനിക്കും ഡ്യൂട്ടി ഉണ്ട്, ഹസ്ബൻഡിനും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. സ്കൂൾ ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ മോർണിംഗിൽ യാദവ് കുട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയ ബ്രേക്ക്ഫാസ്റ്റ് പാനിപ്പൂരി മതി എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി. അതിനുശേഷം അവർക്ക് ഉച്ചയ്ക്ക് ചെമ്മീൻ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിഥുനാട്ടൻ ചെമ്മീൻ കഴിക്കാത്തതുകൊണ്ട് അവർക്ക് ഞാൻ വേറെ തന്നെ ഫിഷ് പീര ഉണ്ടാക്കി. മീൻ പീര ഞാൻ തേങ്ങ ഇടാണ്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഇതേപോലെ ടിന്ന് ഫിഷ് കിട്ടും, അത് ഉപയോഗിച്ചിട്ടാണ് ഫിഷ് പീര ഉണ്ടാക്കിയത്. അതുകൂടാതെ തന്നെ യാദവുട്ടൻ പാൽപ്പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. ഞാൻ അങ്ങനെ മോർണിംഗും പാൽപ്പായസവും ഫിഷ് പീരയും ചോറും പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ പാനിപ്പൂരിൻ്റെ സാധനങ്ങളും ഉണ്ടാക്കിയായിരുന്നു. കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പാനിപ്പൂരിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ യാദവുട്ടൻ രാവിലെ എണീച്ച് കുളിച്ചു, നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു, പായസം ദൈവത്തിന് മുന്നിൽ വെച്ചു. അങ്ങനെ മോർണിംഗത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ നൈറ്റിലേക്ക് ഫുൾ ചിക്കൻ ഗ്രില്ലാണ് യാദവ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മോർണിംഗിൽ തന്നെ ഫുൾ ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോഴേക്ക് നമുക്ക് ചിക്കനിലേക്ക് നല്ല രീതിയിൽ മസാല പിടിക്കാൻ അത് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഞാൻ മോർണിംഗിൽ സ്കൂളിലേക്ക് പോയി. അതിനുശേഷം മക്കൾ രണ്ടാളും ഈവനിങ് ആകുമ്പം ടൗൺ സെൻറ്ററിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് കുറച്ച് സ്നാക്സെല്ലാം കഴിച്ചു, ഡ്രിങ്ക്സും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ കേക്ക് പ്രിപ്പയർ ചെയ്തു. കേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അങ്ങനെ ഈ ഒരു നൈറ്റ് ടൈം ആകുമ്പം കേക്ക് കട്ടിങ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫ്രോസൺ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ പൊറോട്ടയും ചിക്കൻ ഗ്രില്ലും സാലിനിയും വീട്ടിലുണ്ടാക്കി. താങ്ക് യു ഫോർ വാച്ചിങ്.